ദിലീപേ, എന്റെ ഏത് ആഗ്രഹവും സാധിച്ചു തരണോന്നല്ലേ ഡോക്ടർ പറഞ്ഞിട്ടുള്ളത്? അതെ. അപ്പൊ ഞാനൊരു ആഗ്രഹം പറയട്ടെ. ദുരാഗ്രഹമൊന്നുമല്ലോ. ദുരാഗ്രഹവും കാരാഗ്രഹവും ഒന്നും അല്ലടാ. നീ ആ പെണ്ണിനെ കണ്ടോ? കണ്ടോടാ? കണ്ടു. പെണ്ണിനെ മാത്രമല്ല, പെണ്ണിന്റെ അടുത്തേക്കുന്ന പാറ്റന്റ് അങ്ങനെ ഞാൻ കണ്ടു. എനിക്ക് ആ പെണ്ണിനൊരു മുത്തം കൊടുക്കണം. എന്താ അമ്മേ? എന്ത്? ഡോക്ടർ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, ഞാനിപ്പോ വയലന്റ് ആകും. അമ്മാവന് അത്രക്ക് നിർബന്ധമാണോ? നിർബന്ധമാണ്. എന്നൊരു കാര്യം ചെയ്, അമ്മാവൻ മെല്ലെ ഒന്ന് ചോദിച്ചു നോക്ക്. ഞാനിവിടെ എവിടെയെങ്കിലൊക്കെ കാണും. നീയാണടാ എന്റെ യഥാർത്ഥ മരുമകൻ. മരുമകനെ. ഹലോ ഹലോ. എന്താ പേട്ട മതിലപ്പുറത്ത് നിൽക്കുന്നേ? മതിലുകളിൽ മമ്മൂട്ടി ചെയ്തില്ലേ, അതുപോലൊരു പ്രേമം. എന്തിനാ പേട്ടാ? ഞാനൊരു കവിത എഴുതിയിട്ടുണ്ട്, ചൊല്ലട്ടെ അമ്മിനിക്കുട്ടി? ഇതും എന്നത്തെയും പോലെ പാരഡി കവിതയാണോ? ഒറിജിനൽ കവിത. ചൊല്ലട്ടെ? എന്നാ കേക്കട്ടെ. അച്ഛനുറങ്ങിക്കിടക്കുന്നു നിശ്ചലം, അച്ഛനുറങ്ങിക്കിടക്കുന്നു നിശ്ചലം. ഇത് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. ഇതേ വയലാർ രവിയുടെ കവിതയുമായിട്ട് കുറച്ച് സാമ്യമുണ്ട്. വയലാർ രവി അല്ല, വയലാർ രാമവർമ്മ. രണ്ടുപേരും ഒരു നാട്ടുകാരല്ലേ മിനിക്കുട്ടി? എന്താവട്ടെ, അപ്പോഴും ചൊല്ലിക്ക്, ഞാൻ കേക്കാം. അച്ഛനുറങ്ങിക്കിടക്കുന്നു നിശ്ചലമായി കൊച്ചച്ഛൻ. അച്ഛൻ വരുമ്പോൾ പാൽപ്പായസം കൊണ്ടുവരുമായിരുന്നു. അത് കഴിക്കാൻ ഞാൻ അച്ഛൻ എന്നെ തല്ലിത്തലോടുമായിരുന്നു. അപ്പച്ചൻ, അച്ഛൻ മിനിയച്ഛൻ, അച്ഛൻ അമിതാഭ് ബച്ചൻ. ആരോ പിടിച്ചു വലിക്കുന്നു പിന്നിൽ നിന്ന് ശക്തമായി. അസ്ഥികൾ നടുങ്ങുന്നു, ഞരമ്പുകൾ കുരുങ്ങുന്നു. കരകരാളകങ്ങളിൽ ആരോ ഒടിക്കുന്നു എല്ലുകൾ, അസ്ഥി ഞുറുങ്ങുന്നു. അച്ഛോ കടിക്കുന്നു കടിപ്പട്ടി പോലെ. അയ്യോ അയ്യോ അച്ഛോ, അയ്യോ മിനിയച്ഛൻ, അയ്യോ കൊച്ചച്ഛൻ നിന്നച്ഛൻ. അയ്യോ പൊളിയുന്നു മതിലുകൾ, അയ്യോ കറക്കം കുറയ്ക്കോ നിർത്തോ നിലത്തൊന്ന്. അയ്യോ എന്നെ പോകെന്ന് പിടിച്ചാ ഞാൻ നിൽക്കും. നീ സോഡ കുപ്പിയിൽ അടിച്ചടിച്ച് എന്റെ മോളെയും കുപ്പിയിലാക്കിയോടാ. സോഡ കുപ്പി നിക്കടാ. അയ്യോ അത് എന്നെ നമുക്ക് ഈ സോഡ ഫാക്ടറി എടുത്തിട്ട് വേറെ എന്തെങ്കിലും പരിപാടി തുടങ്ങിയാലോ? വേറെ എന്ത് പരിപാടി തുടങ്ങുന്ന? വേറെ എന്തെങ്കിലും. എന്നാ കളിമൺ ഫാക്ടറി തുടങ്ങാം. അതിന് കളിമണ്ണോടെ ഇഷ്ടമാരി നിന്റെ തലയിലുണ്ടല്ലോ. അത് നിന്റെ നിങ്ങൾ രണ്ടുപേരും സ്വന്തമായിട്ട് തുടങ്ങാനുള്ള പരിപാടിയാണ്. മതിലും പൊളിച്ച് പ്രേമവും പൊളിച്ച് ആ ബുൾഡോസർ പുറകെയാണ്. എന്റെ അമ്മോ, എവിടെ പോയി അവൻ?